ഹായ് ഫ്രണ്ട്സ്, ജിബിച്ചനും മക്കളും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് മക്കൾ സ്കൂൾ തുറക്കല്ലേ, അപ്പോൾ അവർക്കൊരു എൻജോയ്മെൻ്റ് ആയിട്ട് ഞങ്ങളിന്ന് ഗുരുവായൂർ ആനക്കോട്ട കാണാൻ പോയതാണ്. അപ്പോൾ അവിടെ പോയ വിശേഷങ്ങളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ കേരളത്തിലെയും അതുപോലെ ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആനയാണ് ഗുരുവായൂർ നന്ദൻ. അപ്പം നന്ദനെ നമ്മൾ ആദ്യം കാണാൻ പോയി. പിന്നെ അവിടെ വിനോദസഞ്ചാരികൾ തോനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആനകളിനൊക്കെ കുളിപ്പിക്കുന്ന കുളം. ഇവിടെ ഇപ്പം നേരം വൈകിയ കാരണമാണ് ഞങ്ങൾ കാണാൻ പറ്റാഞ്ഞ്. ഇവിടെ അതുപോലെ മഴ പെയ്യുന്ന കാരണം ദേവസ്വം ആനകളിനെ നോക്കുന്ന പാപ്പന്മാരാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അവരുടെ ഓഫീസും കാര്യങ്ങളാണ്. പാനയ്ക്ക് കൊടുക്കുന്ന പട്ട മക്കൾ ആന കാണാൻ നടക്കുകയാണ്. മോളും മോനാണ് നടന്നു പോകുന്നത്. അപ്പോൾ അവരെ ഒരാന കണ്ടു വേറെ. അപ്പോൾ ആന ഇങ്ങനെ മതപ്പാടിലാണെന്ന് ചെറിയ ഡൗട്ടുണ്ട്. അവിടെ കയറൊക്കെ ഇട്ടിട്ടുണ്ട്. ആളിങ്ങനെ ആട്ടാണ്. അപ്പോൾ ആടണ കണ്ടപ്പോൾ മക്കൾ രണ്ടാളും ആടുകയാണ്. ഒന്ന് ആന ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്, തല തന്നെ ആട്ടി ആട്ടി നിൽക്കുകയാണ്. പിന്നെ അതുപോലെ അവിടെ ആനയിൽ കൊട്ടില്ലെന്ന് പറയും, ആനേനെ മെരുക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ ഒന്നും അങ്ങനെ ആനേനെ മെരുക്കണ പരിപാടിയൊന്നുമില്ല. പുതിയ ആനകളൊന്നും നടയിരുത്താത്ത കാരണം ഇവിടെ ആനകളെ കണ്ട് ഓരോ ആനകളുടെയും ഭംഗിയും അവർ തീറ്റയും ഞങ്ങൾ പോയത് ഉച്ചരിഞ്ഞ സമയത്തായ കാരണം അവർ ആസ്വദിച്ച് പരമ്പട്ട തന്നെയാണ്. അതുപോലെ ആനയ്ക്ക് കുടിക്കാനുള്ള വെള്ളം വണ്ടി ഫുൾ ടൈം അവിടെ വെള്ളം വണ്ടി ഉണ്ട്. അപ്പം എല്ലാ ആനകളിലും ഒന്ന് തറയ്ക്ക് വൃത്തിയാക്കി ആനകളെ നന്നാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം ആനയുടെ തറി വൃത്തിയാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ പാപ്പന്മാർ കാണിക്കുന്നത്. നേരിൽ നിൽക്കുന്ന ആനകളാണ് കേട്ടോ. ഈ സമയത്തൊന്നും ആനകളുടെ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നമ്മൾ കാണുന്ന ആനകളിനൊക്കെ. ഇപ്പോൾ ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകളൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ തോന ആന മതപ്പാടുകളിൽ തളച്ചിരിക്കുന്ന കാരണം തോന ആനയെ കാണാൻ പറ്റില്ല. അപ്പോൾ മതപ്പാട് കുറഞ്ഞ ആനകളിൽ മാത്രമാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ഗുരുവായൂർ രാജശേഖരൻ ഒറ്റക്കൊമ്പനാണ്. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്ഥത്തിലെ ഏറ്റവും കൂടുതൽ ഏക്കം പോണ ഒരു ആന കൂടിയാണ്, ഡിമാൻഡുള്ള ഒരു ആനയാണ്. ഒറ്റക്കൊമ്പനാണ്. ഒരു നല്ല പൂരങ്ങളൊക്കെ കഴിഞ്ഞു, അവസാനിക്കുന്ന ഒരു ടൈമായി. ഞങ്ങളെ കണ്ടപ്പോൾ പട്ട എടുത്തിട്ട് തന്നെ അവനൊരു കളി. എല്ലാവരും റെസ്റ്റിലാണ്. രാവിലെ കഴുകി ചുള്ളപ്പനായിട്ട് നിർത്തി കൊടുക്കുന്ന ആനകളാണ്. നമ്മൾ ആനകളുടെ അടുത്തേക്കൊന്നുമല്ല, അകലെ നിന്നിട്ടാണ് ആന കാണുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ് കെട്ടിയിട്ടുണ്ട്. ഇതാണ് ഗുരുവായൂരിലുള്ള ആകെ മോഴാന എന്ന് പറയുന്നത്. മോഴാനകൾക്ക് കൊമ്പില്ല. ഞങ്ങൾ കണ്ടപ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആന. അതുപോലെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല, കയറ് കെട്ടിന്. പിന്നെ അതുപോലെ സെക്യൂരിറ്റിക്കാരുണ്ട്. അപ്പോൾ നമ്മളവനെ ശ്രദ്ധിച്ചു നിന്നപ്പോൾ അവൻ നമ്മളെ നോക്കി സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു.
നമ്മളെ കണ്ടപ്പോൾ ആന തിരിഞ്ഞ് കേട്ടോ, എന്താണെന്നറിയില്ല. ഇതാണ് നമ്മുടെ മോഴാന എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട ഒരു ആനയാണിത്, മോഴാന. നമ്മൾ കാണും തോറും അവൻ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നല്ല മഴയായിരുന്നു, അങ്ങനെ ടൂറിസ്റ്റുകളുണ്ട്, എന്നാലും കുറവാണ്. പൊതുവെ ടൂറിസ്റ്റുകൾ ഇന്ന് കുറവായിരുന്നു. അതുപോലെ നമ്മുടെ ബലറാമാണ് അവിടെ നിൽക്കുന്നത്. അവന് കുറച്ച് ഡാൻസ് കളിക്കൽ കുറച്ച് കൂടുതലാണ്. കണ്ട പിള്ളേരൊക്കെ കളി വയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ തലയാട്ടി ആട്ടി നിൽക്കും ഇങ്ങനെ. അപ്പോൾ അവന് പിള്ളേർ കണ്ടപ്പോൾ കളി തമാശയാണ് ആനയ്ക്ക്. ആരും ഒന്നാലും ഇങ്ങനെ തലയാട്ടി വയ്ക്കുക, അവൻ തലയാട്ടി വെക്കും. കണ്ട പിള്ളേരാടുമ്പോൾ അവനും തലയാട്ടും. കണ്ട വളരെ രസമായിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ അവൻ്റെ. അപ്പോൾ മറ്റാനെ വിളിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ, നീ ഒന്ന് അടിക്കുമെന്നാവും പറയണ്ടാവുക. അപ്പുറത്താനെ വിളിക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യാതെ പട്ട തന്നെയാണ്. നല്ല വെളുത്തൊരു ആനയാണ്. അല്ല അത് തലയാട്ടുന്ന എൻ്റെ ഹോബി. പിന്നെ അതുപോലെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു ആനയാണ് ഗുരുവായൂർ ഇന്ദ്രസൻ. ഈ ആനയാണ് ഗുരുവായൂർ ഇന്ദ്രസൻ. അപ്പോൾ നമ്മൾ അകലെ നിന്ന് എടുക്കുന്ന കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത് പോയി കാണാൻ